ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിൻഡ്രല്ലയുടെ തേർഡ് പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ 2 പാർട്ടുകൾ കണ്ടു. അതിൽ ലാസ്റ്റ് എങ്ങനെയാണ് നിർത്തിയത്? സിൻഡ്രല്ലയുടെ ഫെയറി ഗോഡ് മദർ വരുന്നു, അവൾ ഫെയറി ഗോഡ് മദർ സിൻഡ്രല്ലയെ സഹായിച്ചു എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. Her fairy godmother waved her magic wand and at once Cinderella's rags turned into a beautiful new ball gown. Her fairy godmother, hair എന്ന് പറഞ്ഞാൽ അവളുടെ fairy godmother waved her magic wand. വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീശുക. വേവ് വീശി. ഹെയർ മാജിക് വാൻഡ് എന്ന് പറഞ്ഞാൽ മാന്ത്രികത ഉണ്ട്. അവളുടെ ഗോഡ് മദർ അവളുടെ മാജിക് വാൻഡ് വീശി. ആൻഡ് അറ്റ് വൺസ് സിൻഡ്രല്ലാസ് റാഗ്സ് ടേൺഡ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ന്യൂ ബോൾ ഗൗൺ. അറ്റ് വൺസ് ഉടനെ സിൻഡ്രല്ലാസ് സിൻഡ്രല്ലയുടെ റാഗ്സ് എന്ന് പറഞ്ഞാൽ കീറി മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്. ടേൺഡ് എന്ന് പറഞ്ഞാൽ മാറി, ഇവിടെ മാറി എന്നാണ് അർത്ഥം. ഇൻ ടു എ ബ്യൂട്ടിഫുൾ ന്യൂ ബോൾ ഗൗൺ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള പുതിയ ബോൾ ഗൗണായിട്ട് മാറി. Then her fairy godmother found 6 mice playing in the pumpkin patch. Then പിന്നീട് her fairy godmother, അവളുടെ fairy godmother കണ്ടു 6 mice playing in the pumpkin patch. 6 mice എന്ന് പറഞ്ഞാൽ 6 എലികൾ പ്ലേയിങ് കളിക്കുന്നുണ്ടായിരുന്നു. എവിടെ? ഇൻ ദ പംകിൻ പാച്ച്. പംകിൻ എന്ന് പറഞ്ഞാൽ മത്തങ്ങ, പംകിൻ പാച്ച് എന്ന് പറഞ്ഞാൽ മത്തങ്ങ കൃഷിയിടത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. She touched them with her magic wand and the pumpkin turned into a beautiful coach and the mice into 4 white horses and 2 coachmen. She touched എന്ന് പറഞ്ഞാൽ തൊട്ടു, അവയെ തൊട്ടു. എന്തുകൊണ്ട്? വിത്ത് ഹെയർ മാജിക് വാൻഡ്, അവളുടെ മാജിക് വാൻഡ് മാന്ത്രിക ദണ്ട് കൊണ്ട് ഈ മത്തങ്ങയെയും എലിയെയൊക്കെ ഈ ദേവത തൊട്ടു. ആൻഡ് ദ പംകിൻ എന്തായി മാറി? ഇൻറ്റു എ ബ്യൂട്ടിഫുൾ കോച്ച്, ഒരു മനോഹരമായ കോച്ചായിട്ട് മാറി. അതായത് അവൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വാഹനമായിട്ട് മാറി. ആൻഡ് ദ മൈസ് ഇൻറ്റു 4 വൈറ്റ് ഹോഴ്സസ്, മൈസ് ഉണ്ടല്ലോ എലികൾ, എന്തായിട്ട് മാറി? 4 എലികൾ വൈറ്റ് ഹോഴ്സസ് ആയിട്ട് മാറി, വെള്ള കുതിരകളായിട്ട് മാറി. ആൻഡ് അതിൽ 2 എലികൾ ആൻഡ് 2 കോച്ച്മെൻ ആയിട്ടും വണ്ടി വലിക്കുന്ന ആൾക്കാരായിട്ടും മാറി. When everything was ready, Cinderella waved goodbye to her fairy godmother, who said, "The magic will only last until midnight. You must reach home by then." When everything was ready, അതായത് എല്ലാം റെഡി ആയപ്പോൾ സിൻഡ്രല്ല വേവ്ഡ് ഗുഡ് ബൈ ടു ഹെയർ ഫെയറി ഗോഡ് മദർ. സിൻഡ്രല്ല എന്ത് ചെയ്തു? അവളുടെ ഫെയറി ഗോഡ് മദറിനോട് ഗുഡ് ബൈ പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത് ഫെയറി ഗോഡ് മദർ? ദ മാജിക് വിൽ ഓൺലി ലാസ്റ്റ് അൻറ്റിൽ മിഡ് നൈറ്റ്. മാജിക്ക് എപ്പോൾ വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ? മിഡ് നൈറ്റ് വരെ മാത്രം. അതായത് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി, ആ സമയം വരെ മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് ഈ ഫെയറി ഗോഡ് മദർ പറഞ്ഞു. യു മസ്റ്റ് റീച്ച് ഹോം ബൈ ദെൻ. യു മസ്റ്റ് റീച്ച് ഹോം എന്ന് പറഞ്ഞാൽ നീ നിർബന്ധമായിട്ടും വീട്ടിലെത്തണം. ബൈ ദെൻ, അതിനുള്ളിൽ വീട്ടിലെത്തണം എന്ന് ഫെയറി ഗോഡ് മദർ അവളോട് പറഞ്ഞു. വെൻ ഷീ എൻറ്റേർഡ് ദ ബോൾ റൂം, the guests were struck by her beauty and her stepmother and stepsisters did not know who she was. When she entered the ballroom, അങ്ങനെ അവൾ പോയിട്ട് when she entered the ballroom, enter എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. അവൾ ഈ പ്രവേശിച്ചപ്പോൾ ബോൾ റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ ദ ഗസ്റ്റ് വെയർ സ്റ്റക്ക്. ഗസ്റ്റ് എന്ന് പറയുന്നതാണ് അതിഥികൾ. അതായത് ഈ പ്രിൻസിൻ്റെ കൊട്ടാരത്തിൽ അതിഥികൾ ഉണ്ടാവുമല്ലോ, ആ അതിഥികൾ ദ ഗസ്റ്റ് വെയർ സ്റ്റക്ക് ബൈ ഹെയർ ബ്യൂട്ടി. സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ അവളുടെ പെട്ടെന്ന് തരിച്ച് നിന്ന് പോവുക. എന്തിലാണ് അവർ സ്റ്റക്കായത്? ബൈ ഹെയർ ബ്യൂട്ടി, അവളുടെ സൗന്ദര്യത്തിൽ. ആൻഡ് ഹെയർ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഡിഡ് നോട്ട് നോ. അവളുടെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ഡിഡ് നോട്ട് നോ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരുന്നില്ല. ഹൂ ഷീ വാസ്, അവൾ ആരായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല. ദ പ്രിൻസ് ആസ്ക്ഡ് സിൻഡ്രല്ല ടു ഡാൻസ് ആൻഡ് ഷീ വാസ് ഓവർ ജോയ്ഡ്. അങ്ങനെ രാജകുമാരൻ ആസ്ക്ഡ് സിൻഡ്രല്ലയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ടു ഡാൻസ് ആൻഡ് ഷീ വാസ് ഓവർ ജോയ്ഡ്. ടു ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ഷീ വാസ് ഓവർ ജോയ്ഡ്, അവൾക്ക് വളരെയധികം ആഹ്ലാദം തോന്നി. ഫ്രണ്ട്സ്, 4th പാർട്ടുമായിട്ട് ഞാൻ ഉടനെ വരാം. നമുക്ക് 4th പാർട്ടിൽ സിൻഡ്രല്ല മിഡ് നൈറ്റ് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തുമോ? അവളുടെ സ്റ്റെപ്പ് മദറിനും സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനും അവളെ തിരിച്ചറിയുമോ എന്നൊക്കെ നോക്കാം.